നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കിടക്കൽ. ഗാസ അമേരിക്ക ഏറ്റെടുത്താൽ പാലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ടാവില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം പാലസ്തീനിലെ ജനങ്ങൾക്ക് മികച്ച പാർപ്പിട സൗകര്യം അറബ് രാജ്യങ്ങൾ ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഇന്ന് വൈറ്റ് ഹൌസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പാലസ്തീനിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക ഗാസ സ്വന്തമാക്കുമെന്നും മനോഹരമായി പുനർനിർമ്മിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. പുരോഗമന സംസ്കാരത്തിന് ഇടിവ് വരുത്തുന്ന പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളുടെയും ചില സാഹിത്യകാരന്മാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റായ വാർത്തകൾ നൽകി വിവാദ വ്യവസായത്തിന്റെ ഭാഗമാകുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്നും കൂട്ടത്തോടെ മാധ്യമ മേഖലയെ കോർപ്പറേറ്റ് ഏറ്റെടുക്കുകയാണെന്നും മാധ്യമരംഗത്ത് കോർപ്പറേറ്റ് ആധിപത്യം വരുമ്പോൾ ജനതാൽപര്യം ഹനിക്കപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ചർച്ച നടത്തി. മന്ത്രിമാർ, നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമാണ് ചർച്ച നടത്തിയത്. VC നിയമനത്തിലെ അനിശ്ചിതത്വം അടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സംസ്ഥാന മന്ത്രിസഭാ യോഗം സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകി. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. വിസിറ്റർ തസ്തിക ഒഴിവാക്കിക്കൊണ്ടാണ് കരട് ബില്ലിന് അനുമതി നൽകിയത്. CPIയുടെ എതിർപ്പ് മൂലമാണ് മാറ്റം. പരാതി ഉന്നയിച്ച വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച നടത്തി മന്ത്രിസഭാ യോഗം ബില്ലിന് അംഗീകാരം നൽകും. ഇടുക്കി പെരുമാന്താനത്ത് ചെന്നാപ്പാറയ്ക്ക് സമീപം കൊമ്പൻപാറയിൽ യുവതിക്ക് ആന ചവിട്ടിക്കൊന്നു. നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മായിൽ എന്ന 45-കാരിയാണ് മരിച്ചത്. കൊമ്പുകുത്തിയിൽ ബസ് ഇറങ്ങി നടന്നുപോകുന്നതിനിടെയാണ് ആന ആക്രമിച്ചത്. പെരുവന്താനത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയുടെ കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചു. കളക്ടർ ഇന്ന് തന്നെ ധനസഹായം നൽകുമെന്ന് കളക്ടർ വിഘ്നേശ്വരി ഉറപ്പ് നൽകി. സോഫിയുടെ മകൾക്ക് ജോലി നൽകുമെന്നും കാട്ടാന ഡിവിഷനിൽ കഴിയുന്ന 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും കളക്ടർ ഉറപ്പ് നൽകി. ഉറപ്പുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം സംഭവ സ്ഥലത്തുനിന്ന് മാറ്റി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് അഴിമതി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ അഴിമതി നടത്തിയവരെ സംഘടന സംരക്ഷിച്ചിട്ടില്ലെന്നും നടപടി ഉണ്ടാകുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സഹകരണ മേഖലയെ തെറ്റായ പ്രവണത വെച്ചുപറപ്പിക്കില്ലെന്നും അഴിമതി ആര് ചെയ്താലും നടപടി ഉണ്ടാകുമെന്നും അതേസമയം ഇല്ലാത്ത അഴിമതിയുടെ പേരിലുള്ള ED ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ വേട്ടയാടലിനെ പാർട്ടി പ്രതിരോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക്സ് റൂൾസ് 2020 നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ 12 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളായി 101 സ്ഥാപനങ്ങളാണ് പരിശോധന നടത്തിയത്. ലിപ്സ്റ്റിക്, ഫേസ് ക്രീം, ബേബി പൗഡർ, ബേബി സോപ്പ്, ബേബി ഓയിൽ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചത്. വിജിലൻസിന്റെ മിന്നൽ പരിശോധന രജിസ്ട്രേഷൻ വകുപ്പിലെ 6 ഓഫീസർമാരെ തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. പ്രതിമാസ കോൺഫറൻസിന്റെ പേരിൽ ഒത്തുകൂടി പണപ്പിരിവ് നടത്തി മദ്യപിച്ചു എന്ന പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസിന്റെ പരിശോധന. ഇവരിൽ നിന്ന് അനധികൃതമായി 33,050 രൂപയും പിടിച്ചെടുത്തു. കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. മുന്നിലെ ധാരണാപ്രകാരമാണ് രാജി. അവസാന 1 വർഷം മേയർ സ്ഥാനം CPIക്ക് എന്നായിരുന്നു മുന്നിലെ ധാരണ. കാലാവധി കഴിഞ്ഞിട്ടും പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിയാത്തിൽ CPM പ്രതിഷേധത്തിലായിരുന്നു. പലവട്ടം കാര്യം മുന്നിൽ ഉന്നയിച്ചിട്ടും ഫലം കാണാത്ത വന്നതോടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത്തിരി സ്ഥാനങ്ങളും CPI രാജിവെച്ചിരുന്നു. അന്ന് തന്നെ താൻ സ്ഥാനമൊഴിയുമെന്ന് പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. ചാരുമൂട് സ്വദേശിയായ 11 വയസ്സുകാരൻ പേവിഷബാധയേറ്റു മരിച്ചു. ശ്രാവിൻ D കൃഷ്ണയാണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരണം സംഭവിച്ചത്. ഫെബ്രുവരി 6-നാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങളുടെ കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്. 2 ആഴ്ച മുമ്പ് സൈക്കിളിൽ പോകുമ്പോഴാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെക്കുറിച്ചുള്ള CPM ജില്ലാ കമ്മിറ്റി അംഗം പ്രഭാകരന്റെ വിവാദ പരാമർശത്തെ വിമർശിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ലീഗ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് പദം നൽകി യോഗ്യനായ വനിതയ്ക്കാണെന്നും ജനറൽ സീറ്റിലാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകിയെന്നും ഷാജി പറഞ്ഞു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിത പ്രസിഡന്റ് പദവിയിലെത്തിയത് CPMന് സഹിക്കുന്നില്ലെന്നും കോളനികൾക്കകത്തുള്ള CPMമാർ വോട്ടിനു വേണ്ടി ഒതുക്കിവെച്ച സമൂഹത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വന്നതിന്റെ അസഹിഷ്ണുതയാണ് CPMനെന്നും ഷാജി കൂട്ടിച്ചേർത്തു. ആന എഴുന്നള്ളത്ത് നിയന്ത്രിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ പൂരപ്രേമി സംഘം സുപ്രീം കോടതിയിൽ. ഉത്തരവിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ പൂരപ്രേമി സംഘം അപേക്ഷ നൽകി. ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിലെ കാലതാമസമാണ് സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് തടസ്സമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യസഭയിൽ JB മേത്തർ MPയുടെ ചോദ്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഈ മറുപടി. കൊല്ലങ്കോട് തൃശൂർ പാതയ്ക്കായി പഠനം നടത്തിയെങ്കിലും ഗതാഗതം കുറവായിരിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അക്കാദമിക് മികവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ നടപ്പാക്കിയ മറ്റ് പദ്ധതികൾക്ക് പുറമെ അക്കാദമിക് മികവിനും സമഗ്ര ഗുണനിലവാര പദ്ധതികൾക്കുമായി മാത്രമായി 37 കോടി രൂപ 80 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.
സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കോടതിയിൽ രഹസ്യമൊഴി നൽകി പരാതിക്കാരിയായ നടി സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചുവെന്നും സ്ത്രീത്വത്തെ ആക്ഷേപിച്ചെന്നും കാണിച്ച് നടി നേരത്തെ പരാതി നൽകിയിരുന്നു. ആലുവ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആലപ്പുഴ പുന്നപ്ര വാടക്കൽ അയൽവാസിയെ ഷോക്കേൽപ്പിച്ച് കൊലപ്പെടുത്തി പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിൽ കണ്ണാങ്കാട്ട് വെള്ളിയിൽ ദിനേശിനാണെന്ന് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൈതവളപ്പിൽ കുഞ്ഞുമോൻ, ഭാര്യ അശ്വമ്മ, മകൻ കിരൺ എന്നിവരെ പുന്നപ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. അയൽവാസിയായ കുഞ്ഞുമോനും മകൻ കിരണും ചേർന്ന് അവരുടെ വീടിന് പുറകുവശത്ത് ദിനേശൻ വരുന്ന വഴിയിൽ ഇലക്ട്രിക് ഷോക്കേൽപ്പിക്കാനുള്ള കെണി ഒരുക്കിയെന്നും വെള്ളിയാഴ്ച രാത്രി കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് വന്ന ദിനേശൻ ഷോക്കേറ്റ് വീണ് കൊല്ലപ്പെടുകയായിരുന്നെന്നും ദിനേശന്റെ മൃതദേഹം കുഞ്ഞുമോനും മകനും കിരണും ചേർന്ന് പാടശേഖരത്തിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. അശ്വമ്മയ്ക്ക് ദിനേശനുമായുള്ള സൗഹൃദമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പൊതുവഴി തടഞ്ഞ് സമ്മേളനം നടത്തിയ ഹൈക്കോടതിയിൽ മാപ്പപേക്ഷിച്ച് രാഷ്ട്രീയ നേതാക്കൾ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് നേതാക്കൾ നിരുപാധികം മാപ്പപേക്ഷിച്ച് സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡ് എന്ന് വ്യക്തമാക്കി കോടതി. പോലീസ് സത്യവാങ്മൂലത്തിലുള്ള അതൃപ്തിയും പ്രകടമാക്കി. ജനങ്ങളിൽ നിന്നും പിരിച്ച പണം പ്രൊജക്ടിനു വേണ്ടി തന്നെയാണ് വിനിയോഗിച്ചതെന്ന് പാതി വില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി അനന്തകൃഷ്ണൻ NGO കോൺട്രിബ്യൂഷൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾ ഫണ്ട് സമാഹരണം നടത്തുകയാണെന്നും അതിലൂടെ അപേക്ഷകർക്ക് അവരുടെ കാര്യങ്ങൾ തീർക്കാനുള്ള സാഹചര്യമുണ്ടെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പറയുന്ന പല പേരുകളും ശരിയല്ലെന്നും അനന്തകൃഷ്ണൻ പ്രതികരിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴനാടൻ തന്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് അനന്തകൃഷ്ണൻ പ്രതികരിച്ചു. ഇന്നലെ കോടതിയിൽ ഹാജരാകത്തിന് എത്തിയായിരുന്നു അനന്തുവിന്റെ ഈ പ്രതികരണം. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാനമായ അന്വേഷണത്തിന് പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചു. ഓരോ ജില്ലയിലും ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലാണ് സംഘങ്ങൾ അന്വേഷിക്കുക. ആവശ്യമെങ്കിൽ ലോക്കൽ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ജില്ല കേന്ദ്രീകരിച്ച അന്വേഷണത്തിന്റെയും മേൽനോട്ട ചുമതല എറണാകുളം ക്രൈംബ്രാഞ്ച് SP സോജനാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് എറണാകുളം, ഇടുക്കി ജില്ലകളിലെ കേസുകൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണനുമായി ബന്ധമില്ലെന്ന് BP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുടെ വാദം തെറ്റാണെന്ന് രേഖകൾ. അനന്തവും പ്രമീള ദേവിയും ബിസിനസ് പങ്കാളികളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രമീള ദേവി അനന്തകൃഷ്ണൻ ചേർന്ന് കമ്പനി രൂപീകരിച്ച പ്രമീള ദേവി ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം മകൾ ലക്ഷ്മി ഡയറക്ടറായെന്നും രേഖകൾ പറയുന്നു. മുനമ്പം വഖഫ് ഭൂമി കേസിൽ വഖഫ് സംരക്ഷണ വേദിക്ക് തിരിച്ചടി. കേസിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി വഖഫ് ട്രൈബ്യൂണൽ തള്ളി. പത്തനംതിട്ട കോന്നി മുറിഞ്ഞങ്കലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 19 ഗായത്രിയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് അമ്മ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റാനാകില്ലെന്ന് കേരളയിൽ. നെയ്യാറ്റിങ്കര കാഞ്ഞിരംകുളത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ അച്ഛന്റെ ക്രൂരമർദ്ദനം. PKHSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് മർദ്ദനമേറ്റത്. ക്ലാസ്സിലായ വിദ്യാർത്ഥി ക്ലാസ്സിൽ ബഹളം വെച്ച വിദ്യാർത്ഥിയുടെ പേര് ബോർഡിൽ എഴുതിയ വിരോധത്തിലാണ് മർദ്ദനം. കൊല്ലത്ത് വസ്തു വളക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ താലൂക്ക് സർവേയർ വിജിലൻസ് പിടിയിലായി. കൊല്ലം താലൂക്ക് സർവേയറായ അനിൽകുമാറാണ് 3000 രൂപ കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായത്. അഞ്ചൽ സ്വദേശിയുടെ പരാതിയിലാണ് വിജിലൻസ് നടപടി. കൊല്ലം മുളവനയിലുള്ള 2.5 സെന്റ് ഭൂമി അളന്നിരിക്കാൻ സർവേയർ 3000 രൂപ ആവശ്യപ്പെട്ടത് പരാതിക്കാരൻ വിജിലൻസിനെ നേരത്തെ അറിയിച്ചിരുന്നു. വടകരയിൽ 9 വയസ്സുകാരി ദുഷാനെ കോമയിലാക്കിയ വാഹനാപകടത്തിലെ പ്രതി ഷെജിനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടകര പോലീസ് കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത്. പ്രതി ഇന്നലെ രാവിലെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. പേടി കൊണ്ടാണ് ഇത്രയും നാൾ പോലീസിന് മുന്നിൽ കീഴടങ്ങായിരുന്നതെന്നാണ് പ്രതി ഷെജിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഭാര്യയും വൃക്കരോഗിയായ കുട്ടി ഉൾപ്പെടെ ഇരട്ടക്കുട്ടികളെയും പുറത്താക്കി. സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് വീട് പൂട്ടിയ സംഭവത്തിൽ പൂട്ടുപൊളിച്ച് അകത്ത് കയറി കുടുംബം. കോടതി ഉത്തരവിനെ തുടർന്നാണ് പോലീസ് സഹായത്തോടെ തിരുവനന്തപുരം വെണ്ണിയൂർ വവ്വാമൂലയിലെ ഉള്ള യുവതിയും മക്കളും ഇന്നലെ വീട്ടിൽ പ്രവേശിച്ചത്. ഭാര്യ നീതുവിന്റെ പരാതി തുടർന്ന് കോടതി ഉത്തരവ് ലംഘിച്ചതിനും ബാലനീതി വകുപ്പ് പ്രകാരവും മലപ്പുറം പൊന്നാനി നഗരസഭയിൽ കണ്ടിന്യന്റ് ജീവനക്കാരനായ അജിത് റോബിൻസണിനെതിരെ വിഴിഞ്ഞം പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം തിരുവല്ലത്ത് യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി 7 അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.